ഗൈസ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും കുറച്ച് നാളായി ഗ്യാപ്പ് വന്ന വീഡിയോ ഇടാനായിട്ട് വേറെ തിരക്കുകളായിട്ട് മുന്നോട്ട് പോയതിനാലാണ് വീഡിയോ ആയത്. എന്തായാലും നമുക്ക് നടക്കാൻ പോകുന്ന 28/3/2026 അങ്ങനെ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അങ്ങനെ നാളെ മുതലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിൽ മുൻ ജേതാക്കളായ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സും ഹൈദരാബാദുമാണ് ഏറ്റുമുട്ടുന്നത്. എന്തായാലും നമ്മളെ ചാനലിന് കുറച്ച് പ്രഡിക്ഷൻ ഉണ്ട്. എന്തായാലും ആ പ്രഡിക്ഷനൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും അവസാന 4 ചെന്നൈ സൂപ്പർ കിങ്സ് വരുമെന്നത് 100% ഉറപ്പാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരും. ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ്. അങ്ങനെ ഈ 4 ടീമുമാണ് എൻ്റെ ചാനൽ വഴി ഞാൻ പ്രവചിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ് ഡൽഹി ക്യാപിറ്റൽസ്. തീർച്ചയായിട്ടും ഈ 4 ടീമിനും നല്ല സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് മറ്റു ടീമൊന്നും അത്ര ലക്കില്ലാത്ത നല്ല മോശം ടീമൊന്നും അല്ല. ബാക്കി എല്ലാ ടീമിനും ചാൻസ് ഉണ്ട്. നല്ലൊരു സീസണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും സഞ്ജു സാംസൺ ചെന്നൈയിൽ വന്നതോടെ ചെന്നൈ ടീം സെറ്റ് ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചെന്നൈ ടീം നല്ല രീതിയിൽ സെറ്റ് ആയിരിക്കും. അതുകൊണ്ടും കൂടെ ചെന്നൈക്ക് ഒരു നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചെന്നൈ എന്തായാലും ചെന്നൈക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ 4 ടീമും മേൽക്കെയുള്ള ടീമാണ്. അവർ സെമി എത്തുമെന്നാണ് ഞങ്ങളുടെ ചാനൽ മുഖാന്തരം പ്രവചിക്കുന്നത്. ഒന്ന് ചെന്നൈ, ഒന്ന് മുംബൈ ഇന്ത്യൻസ്, ഒന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഒന്ന് ഡൽഹി ക്യാപിറ്റൽസ്. ഈ 3 ടീമും തീർച്ചയായിട്ടും സെമിയിൽ ഉണ്ടാകുമെന്നത് 100% ഉറപ്പാണ്. ഇതിൽ ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധോണിയുടെ അവസാന IPL സീസൺ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും ഈ സീസണോടെ ധോണി IPL നിന്ന് വിരമിക്കുമെന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. കാരണം ധോണിക്ക് അതിനുള്ള ഏജായി, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും IPL നിന്ന് ഇനി ധോണി വിരമിക്കും. പിന്നെ തീർച്ചയായിട്ടും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ ആയിരിക്കും ഇനി വലത് കൈയായിട്ട് നിൽക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ സീസണോടെ ധോണി ഇറങ്ങും. എന്തായാലും ഈ സീസണിൽ കപ്പെടുത്ത് ധോണിയെ ഒരു റിട്ടയർമെന്റ്, ധോണിയുടെ IPL റിട്ടയർമെന്റിന് നല്ലൊരു സീസൺ ആവട്ടെ. അവർ ചെന്നൈ കപ്പെടുത്ത് ധോണിയുടെ റിട്ടയർമെന്റ് നല്ലൊരു രീതിയിലോട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഫാൻസുകാരും ചെന്നൈ ഫാൻസുകാരും എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും സഞ്ജു സാംസൺ ടീമിൽ വന്നതോടെ എല്ലാ അടിപൊളി മാറ്റങ്ങൾ, നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ചെന്നൈക്ക് നല്ല മേൽക്കൈയുണ്ട്. ഈ പ്രാവശ്യം സീസണിൽ കപ്പടിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ടീമും ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസിന് നല്ലൊരു മേൽക്കൈയുണ്ട്. തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ, പിന്നെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചത് കൊണ്ട് ഞാൻ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ പേര് അവസാന 4th ഇടുന്നില്ല. എന്നിരുന്നാൽ പോലും ബാംഗ്ലൂരിന് ചാൻസ് ഉണ്ട്. എന്താകുമെന്ന് നോക്കാം. എന്തായാലും കണ്ടാൽ നാളെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബാംഗ്ലൂരിലുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 7:30 നമ്മളെ IPL സീസണിലെ 2026 ഫസ്റ്റ് ഗെയിം നാളെയാണ് നടക്കുന്നത് ബാംഗ്ലൂർ വെച്ച്. എന്തായാലും നാളത്തെ കളി എന്താവുമെന്ന് നോക്കാം. തീർച്ചയായും ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റിലാണ്, എക്സൈറ്റ്മെന്റിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 2020 വേൾഡ് കപ്പിന് ശേഷമുള്ള ഇന്ത്യ വിൻ ചെയ്തതിനു ശേഷമുള്ള അടുത്ത IPL മാച്ചാണ്. അതുകൊണ്ട് എല്ലാവരും എക്സൈറ്റ്മെന്റ് ആണ്. ഓരോ പ്ലേയേഴ്സിന്റെ എന്തായിരുന്നാലും അതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ 20 അംഗ പ്ലേയേഴ്സിനെ ചീഫ് സെലക്ടേഴ്സിന് വാച്ച് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മിഷൻ 2027 ICC വൺ ഡേ വേൾഡ് കപ്പും പിന്നെ ഒളിമ്പിക്സ് 2028 നടക്കുന്ന ഒളിമ്പിക്സിന് വേണ്ടി 20 അംഗ പ്ലേയേഴ്സിന്റെ കളി നോക്കി കാണുന്നത് ചീഫ് സെലക്ടേഴ്സിന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് എന്താണ് ഇത് ഒരു നിർണായകമായ ഒരു സീസൺ ആയിരിക്കും എല്ലാവർക്കും, സഞ്ജു സാംസൺ ബാക്കി എല്ലാവർക്കും ഉൾപ്പെടെ. കാരണം ഇതിൽ പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും ടീമിലോട്ട് എൻട്രി ആകും എന്നത് 100% ഉറപ്പാണ്. ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഈ 20 അംഗ, ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 20 പ്ലേയേഴ്സ്, ഈ പ്ലേയേഴ്സിന് സെലക്ടേഴ്സ് എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഗെയിം സ്ട്രാറ്റജി, ഗെയിം ഇംപ്രൂവ്മെന്റ്, ഗെയിം മൊത്തത്തിൽ എല്ലാം എടുത്ത് ഈ സെലക്ടേഴ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞ 2027 വേൾഡ് കപ്പിലേക്ക് 20 അംഗ പ്ലേയേഴ്സിനെ എടുക്കുന്നത്. അവരെ പെർഫോമൻസ് ബേസ് ചെയ്തായിരിക്കും എടുക്കുന്നത്. എന്തായാലും ഇത് എല്ലാ പ്ലേയേഴ്സിനും ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. എന്തായാലും ടീമിലോട്ട് വരട്ടെ. സഞ്ജു സാംസൺ വരുമെന്നാണ് എൻ്റെ ചാനലും ഞാനും അന്നും പറയുന്നത്. എന്തായാലും അടുത്ത 2027 വൺ ഡേ വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നമ്മളെ സഞ്ജു ഫാൻസും ആഗ്രഹിക്കുന്നു. എന്തായാലും നാളെ തൊട്ട് നമുക്ക് കളി IPL നമുക്ക് കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്തായിരുന്നാലും അപ്പോൾ നല്ലത് മാത്രം നടക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ബ്രാൻഡ് വരികയാണ്. ബൈ ഫ്രം ബ്രാൻഡ്.